ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് സോയ ചങ്ക്സ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം പിന്നെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 6 ഉണക്കമുളക്, 10-20 ചെറിയ ഉള്ളി, ഒരു ചെറിയ കുടം വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ സോയ ചങ്ക്സ് 2 പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക്, ഉള്ളി, വെളുത്തുള്ളി അതും ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ആദ്യത്തെ ട്രിപ്പ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം കേട്ടോ. ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. ബാക്കിയും ഇതുപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക് ആ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുൻപേ നമുക്കതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും ഉണക്കമുളകും ഒക്കെ ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. അപ്പോൾ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് നല്ലതുപോലെ വഴന്നു വരുന്ന സമയത്ത് നമുക്ക് 2 സവോള, ഇടത്തരം സവോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുക. ആ പച്ചമുളകും സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ആ സമയം നമുക്കിതിലേക്ക് 2 ഇടത്തരം തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കുറച്ചൊന്ന് വഴറ്റുക. നമ്മളിതുവരെ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സോയ ചങ്ക്സിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം, ഈ അരപ്പിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒന്നും കൂടെ നല്ല മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചതച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് 2 ട്രിപ്പായിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യമേ കുറച്ച് ഇട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇരിക്കട്ടെ. അതൊന്ന് അരപ്പൊക്കെ ഒന്ന് ആ സോയ ചങ്ക്സിനകത്ത് നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരണം. ഇപ്പോൾ 2-3 മിനിറ്റ് നമുക്കൊരു ചെറിയ തീയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുക. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിരുന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2-3 മിനിറ്റ് ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല കണ്ടാൽ തന്നെ അറിയാം അടിപൊളി ഐറ്റം ആണെന്നില്ലേ. പക്ഷേ തീർന്നില്ല. ഇനിയും 1-2 ഐറ്റംസ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം.
ഇത് രണ്ടും ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും എല്ലാം ഇതിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഇനിയുണ്ട് ഒരു ഐറ്റം കൂടി. വേറൊന്നുമല്ല, 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. തേങ്ങയും കൂടി ചേർത്തപ്പോഴേക്കും അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ്. സോയാ ചങ്ക്സ് ആണെന്ന് പറയേയില്ല. നമ്മൾ കക്കയിറച്ചിയൊക്കെ എങ്ങനെയാണ് തോരൻ വെക്കുന്നത്, അതിൻ്റെയൊക്കെ ഏകദേശം ടേസ്റ്റ്. അതുപോലെ തന്നെ ചിക്കൻ തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേ ടേസ്റ്റിലാണ് കിട്ടിയത് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കിയത്, അതിൻ്റെ കൂടെയായിരുന്നു ഇത് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു ചപ്പാത്തിക്ക്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും ചോറിനും എല്ലാം പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അതാ കണ്ടോ, അടിപൊളി ടേസ്റ്റുള്ള സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.